സൗന്ദര്യം ശാന്തം നിറഞ്ഞൊരിടം. എന്നാൽ അതേ മണ്ണിൽ മഴ മൂലം കൊഴിഞ്ഞു പോയത് അനേകം ജീവനുകളാണ്. ഉരുൾപൊട്ടലിന്റെ കാഴ്ചകളേക്കും അതിന് സാമൂഹികമായ അവബോധത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ കുരുന്നു കൂട്ടുകാർ. With the blend of emotion, creativity, and purpose, this script is inspiring the awareness and responsibility. And hope we invite you with the open heart and take away the message it carries. മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനൊരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനൊരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി. മതി മതി കളിച്ചത്, നമുക്ക് സ്കൂളിൽ പോകണ്ടേ? അല്ല, ശിവ ടീച്ചർ നമ്മോട് പൂക്കളുമായി വരാൻ പറഞ്ഞതല്ലേ? ആ ശരിയാ. നമ്മുടെ ഈ പുഴയും പച്ച പുതച്ചു നിൽക്കുന്ന മലകളും കുന്നുകളും അരുവിയും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഗ്രാമം എന്തു ഭംഗിയാ കാണാൻ. ആ ശരിയാ, വേഗം വാ, നമുക്ക് പൂക്കൾ പറിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പൂവിന്റെ പേരറിയാമോ? ആ ചെമ്പരത്തിപ്പൂവ്. ഇതിന് ഷൂ ഫ്ലവർ എന്നും പറയും. ദിസ് ഈസ് എ മെഡിസിനൽ ഫ്ലവർ. ഡു യു നോ വിച്ച് ഈസ് അവർ നാഷണൽ ഫ്ലവർ? Yes, lotus. Lotus is our national flower. നല്ല മണമുണ്ടല്ലോ. എന്തു ഭംഗിയാ ഈ പൂവിനെ കാണാൻ. ഈ പൂവിന്റെ പേരെന്താന്നറിയാമോ? Yes, rose, the queen of flower. ഹായ്, എന്തു ഭംഗിയാ കാണാൻ. കൂട്ടുകാരെ, ഓടി വായോ. നോക്ക്, നമ്മുടെ പുന്നപ്പുഴ നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ. അല്ല, പുഴ നിറഞ്ഞു നിറഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് കയറുമോ? ഹേയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിനക്ക് എന്താ? വാ, നമുക്ക് കളിക്കാം. വെള്ളത്തിൽ വിരിയുന്ന പൂവേ, വെള്ളത്തിൽ വിരിയുന്ന പൂവേ, ചന്തമേറും കാണാൻ നിന്നുടെ പേരൊന്നു ചൊല്ലാമോ പൂവേ? താമരയാണെന്റെ പേര്, താമരയാണെന്റെ പേര്, പൂവുകളിൽ രാജകുമാരി ഞാൻ എന്ന പൂവാണല്ലോ. ചുവന്ന നിറമുള്ള പൂവേ, തണ്ടുകളിൽ മുള്ളുള്ള പൂവേ, ചന്തമേറും കാണാൻ നിന്നുടെ പേരൊന്നു ചൊല്ലാമോ പൂവേ? പനിനീരെന്നു വിളിക്കും, പനിനീരെന്നു വിളിക്കും, പൂവുകൾ
മുത്തശ്ശി, മിന്നുമോളെ, മുത്തശ്ശിനെ കാണാനില്ലല്ലോ. മുത്തശ്ശി, മുത്തശ്ശി, മിന്നുമോളെ, നീ എവിടെ പോയി? ചേച്ചി, മോളെ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. മുത്തശ്ശി, നിങ്ങൾ എവിടെയായിരുന്നു? മോളെ, ഒന്നും പറയണ്ട. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പരെടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചത്. ഈ മഹാദുരന്തം നമ്മുടെ ഈ നാടിനെ തകർത്തു കളഞ്ഞല്ലോ മക്കളെ. വയനാട്ടിൽ മരണമടഞ്ഞു പോയ എല്ലാവർക്കും ഞങ്ങൾ ഈ കൊച്ചുകുട്ടികൾ പൂക്കൾ സമർപ്പിക്കുന്നു. കുറച്ചു മാസങ്ങൾക്കു ശേഷം വെള്ളാർമല സ്കൂളും നാടും ജീവന്റെ തുടിപ്പിലേക്ക്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി. വയനാട് പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നിത്യശാന്തി ലഭിക്കാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സഹജീവികളുടെ അതിജീവനത്തിനായി കൈകോർക്കാം.